ഹലോ, ഇന്ന് ഞാൻ വീട്ടിലെ പൂന്തോട്ടത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ ഈ പനിക്കൂർക്ക കണ്ടത്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പനിക്കൂർക്ക നമ്മുടെ വീട്ടിൽ ഓരോരുത്തരുടെ വീട്ടിലും തീർച്ചയായിട്ടും വളർത്തേണ്ട നല്ലൊരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. ചെറിയ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന കഫക്കെട്ട്, ജലദോഷം, പനി, ചുമ എന്നിവയ്ക്കെല്ലാം നല്ല രീതിയിൽ ആശ്വാസം തരുന്ന നല്ലൊരു ഹോം റെമഡിയാണ് പനിക്കൂർക്ക. പനിക്കൂർക്ക നീര് പിഴിഞ്ഞെടുത്ത് അതിലോട്ട് തേനും ചേർത്ത് ആ ഒരു രീതിയിൽ ഉപയോഗിക്കാം. ചെറുനാരങ്ങ ചേർത്ത് ഉപയോഗിക്കാം. പനിക്കൂർക്കൻ്റെ ഇല ഒന്ന് വാട്ടിയെടുത്ത് പിഴിഞ്ഞെടുത്ത് ആ ഒരു രീതിയിലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. മുതിർന്നവരിലും ഇത് നമുക്ക് ചുമ, ജലദോഷം, അതുപോലെ തന്നെ ആസ്മ രോഗത്തിന് ഡെയിലി ഉപയോഗിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ നല്ല ഇല പറിച്ചെടുത്തിട്ട് നമുക്ക് വീട്ടിൽ നല്ല പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ബജി ഉണ്ടാക്കി കഴിക്കാം, രസം ഉണ്ടാക്കി കഴിക്കാം, അതുപോലെ തന്നെ കഷായ രൂപത്തിലായിട്ടും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ പല രീതിയിലും നമുക്കിത് ഉപയോഗപ്രദമാക്കാം. ഇത് നമ്മുടെ നാട്ടിൽ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പറമ്പ് മുഴുവൻ ഒരു ചെറിയ കഷ്ണം മതി, മുഴുവനായിട്ട് പടർന്ന് പന്തലിച്ച് അങ്ങനെ ഉണ്ടാകും. ചില സമയങ്ങളിൽ ഇതിലാകെ നശിച്ചു പോകും. അങ്ങനെയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇന്ത്യൻ ബോറേജ്, കൺട്രി ബോറേജ് എന്നാണ്. ഒറിഗാനോ എന്ന് പറയുന്ന ഒരു ഫുഡ് ഐറ്റംസിലൊക്കെ ചേർക്കുന്ന ഒരു പൗഡർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ വേറൊരു വെർഷനാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ അറിവുകൾക്കായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യണേ.